ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി വൈശാഖ് എലൻസ് സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഹൊറർ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് ഹലോ മമ്മി. ജഗദീഷ്, ജോണി ആന്റണി, സണ്ണി ഹിന്ദുജ, ബിന്ദു പണിക്കർ, അജു വർഗീസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ വമ്പൻ സിനിമകളുടെ റിലീസിംഗിനിടയിലും മികച്ച ഹോളിലൂടെ അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് പ്രദർശനം തുടരുകയാണ്. 16-ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 22 ലക്ഷം രൂപയായിരുന്നു. 17-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 35 ലക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്തു. നിലവിൽ 17 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 5,70,00,000 രൂപയാണ്. ഹലോ മമ്മി എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 17 ദിവസം കൊണ്ട് ഏകദേശം 7-7.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. നവംബർ 22 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് സൂക്ഷ്മദർശിനി. ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന വേഷത്തിലെത്തി MC ജിതിൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ചയോടെ 16 ദിവസം പിന്നിട്ട് 17-ാം ദിവസമായ ഞായറാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ സിനിമ 15-ാം ദിവസമായ വെള്ളിയാഴ്ച കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 40 ലക്ഷം രൂപയായിരുന്നു. 16-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 70 ലക്ഷത്തിന് മുകളിലുമാണ്. അങ്ങനെ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 1,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ നിലവിൽ 16 ദിവസം കൊണ്ട് ഏകദേശം 23 കോടിയോളം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 46 കോടിയോളം രൂപയാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ആദ്യ ദിവസം കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ലോകമെമ്പാടുമായി വമ്പൻ തരംഗമായി മുന്നേറുകയാണ്. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ 6,35,00,000 രൂപയും 2-ാം ദിവസം 2,25,00,000 രൂപയും ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് 8,60,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,15,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി 10,75,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം 294 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 2 ദിവസം കൊണ്ട് 449 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. 3-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 150 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് വരുന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ 600 കോടിക്ക് മുകളിലായിരിക്കും. അതേസമയം ഈ ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് 575 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ 3 ദിവസവും തുടർച്ചയായി ഓരോ മണിക്കൂറിലും 1 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമ 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ വമ്പൻ ബുക്കിംഗാണ് ഇപ്പോഴും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഞായറാഴ്ച ഈ സിനിമ 175-200 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 750 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. ചൈനയിൽ റിലീസ് ചെയ്ത് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് മഹാരാജ. വിജയ് സേതുപതി നായകനായി നിതിലൻ സ്വാമിനാഥൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ 14 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ നേരത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 110 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 9-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ ചൈന കളക്ഷനായി 6 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 8 ദിവസം കൊണ്ട് ചൈന കളക്ഷനായി 45 കോടി കളക്ട് ചെയ്ത ഈ സിനിമ അങ്ങനെ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ 51 കോടിയിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി മഹാരാജ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് 161 കോടിക്ക് മുകളിലാണ്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.